ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനാണ്. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ ആദ്യത്തെ ഹെഡിങ് ആയിട്ട് വരുന്നത് പൊസിഷൻ, പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ മൂന്നെണ്ണമാണ്. നമുക്കറിയാം, പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഓബ്ജക്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്ന് എത്ര ദൂരെയാണ് ആ ഓബ്ജക്റ്റ് നിൽക്കുന്നത്, ഇത് കാണിക്കാനുള്ള കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുക. പിന്നെ വരുന്നത് പാത്ത് ലെങ്ത് ആണ്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു വസ്തു നീങ്ങുന്ന യഥാർത്ഥത്തിലുള്ള ലെങ്ത്തിനെയാണ് പാത്ത് ലെങ്ത് എന്ന് പറയാം. പാത്ത് ലെങ്ത്തിനെ നമ്മൾ ഡിസ്റ്റൻസ് എന്നും പറയാറുണ്ട്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും രണ്ട് ക്വാണ്ടിറ്റീസാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പാത്ത് ലെങ്ത് ഈസ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ്. ഓക്കെ, സോ ആ മൂന്ന് പോയിൻറ്റ്സും നമുക്കറിയാം. ഒന്ന് പൊസിഷൻ, ആ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് PXYZ. ഈ XYZ ആണ് അതിൻ്റെ പൊസിഷൻ. പിന്നെ വരുന്നത് പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു വസ്തു സഞ്ചരിക്കണ ആക്ച്വൽ ലെങ്ത്താണ് പാത്ത് ലെങ്ത്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ്. ഇനി അതെങ്ങനെ വരുന്നു എന്നുള്ളത് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. പാത്ത് ലെങ്ത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഒരാൾ 5 മീറ്റർ വലത്തോട്ടും 12 മീറ്റർ അവിടുന്ന് പെർപെൻഡിക്കുലറായിട്ടും സഞ്ചരിച്ചാൽ പാത്ത് ലെങ്ത് എന്ന് പറയണത് 5ഉം 12ഉം 17 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയണത് ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ നമുക്കറിയാലോ, 13 മീറ്റർ ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണുക. അതിന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കിളിൻ്റെ കുറേ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ABCD. എയിൽ തുടങ്ങുന്ന ആൾ B വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയണത് πr/2 ആണ്. കാരണം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr ആണ്. അതിൻ്റെ 4/1 നമ്മളെ ഫിഗറിൽ തന്നെ അല്ലെങ്കിൽ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട് 2πr/4, πr/2 ആണ്. അതേസമയം ഡിസ്പ്ലേസ്മെൻ്റ് എത്ര ചോദിച്ചാൽ 6ഉം റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസും ആൾട്ടിറ്റ്യൂഡുമാണ്. സോ ഹൈപ്പോട്ടന്യൂസ് വിൽ ബി √2r. ഇനി C എന്നുള്ള പോയിൻ്റാണ് നമ്മൾ സെലക്ട് ചെയ്യണതെങ്കിൽ ആ പോയിൻ്റ് ഒരിക്കൽ കൂടെ എടുക്കാം. C എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് RR 2r ആണ്. പാത്ത് ലെങ്ത് ടോട്ടലിൻ്റെ ഹാഫാണ്. സോ 2πr/2, ആൻസർ ഈസ് πr. അങ്ങനെ ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളെ മെറ്റീരിയൽ കൊടുത്തേണ്ടത് സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ഇവിടെ അറിയാതെ ആവറേജ് സ്പീഡാണ് അവിടെ കൊടുക്കുന്നത്. അത് ആവറേജ് സ്പീഡല്ല, സ്പീഡാണ്. ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് വരുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയും ടോട്ടൽ കൂടെ ചേർക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അതിനെയാണ് ആവറേജ് സ്പീഡ് എന്ന് വിളിക്കാം. അതേപോലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് ആക്സിലറേഷൻ, ആവറേജ് വെലോസിറ്റി. ഓക്കെ, സോ ആവറേജ് ഇല്ല ഇവിടെ. സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ, വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. രണ്ടിനെയും ഒറ്റ ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, ds/dt. ഓക്കെ, ഒരു XT ഗ്രാഫ് തന്നിട്ടുണ്ട്, യൂണിഫോം ആക്സിലറേഷൻ്റെ ആണ്. അതിൽ നിന്ന് ആവറേജ് വെലോസിറ്റി കാണാനുള്ള മെത്തേഡ് ആ മെറ്റീരിയലിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് യൂണിഫോം മോഷൻ എന്നുള്ളതാണ്. യൂണിഫോം മോഷൻ, ആ പേര് തന്നെ നമുക്കറിയാം,
equal displacement in equal interval of time. Okay, then acceleration. Acceleration എന്ന് പറഞ്ഞാൽ നമുക്കറിയണതാണ് change in velocity by change in time. Acceleration is change in velocity by time. ഇതിനാണ് നമ്മൾ acceleration എന്ന് വിളിക്കുക. വെലോസിറ്റീൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൻ്റെ ഡയമെൻഷൻ LT⁻⁻1. എക്സ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ dx/dt-നെയാണ് വെലോസിറ്റി എന്ന് വിളിക്കുക. d²x/dt² വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ഇനി താഴത്തെ 3 ഗ്രാഫുകൾ നോക്കിയാൽ മതി. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം ആക്സിലറേഷൻ, അത് പാരബോളിക് ഷേപ്പാണ്. VT ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സിലറേഷൻ ഇൻക്ലൈൻഡ് ലൈനാണ്. AT ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സിലറേഷൻ, അത് ഹൊറിസോണ്ടൽ പാരലൽ ടു ടൈം ആക്സിസ്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ 2 ഗ്രാഫുകൾ XT കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് ആക്സിലറേഷനും അടുത്തത് നെഗറ്റീവ് ആക്സിലറേഷനും. മൂന്നാമത്തെ ഗ്രാഫ് നോക്കിയാൽ അറിയാം, അത് യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫാണ്. യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആക്സിലറേഷൻ 0 ആയിരിക്കും. അടുത്ത ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് ആ ഗ്രാഫ് വന്നതെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് മീൻസ് യൂണിഫോം വെലോസിറ്റി ഓർ 0 ആക്സിലറേഷൻ. ഓക്കെ, ഇതിൽ താഴെ കൊടുത്ത ഗ്രാഫുകൾ മുഴുവൻ ആക്സിലറേഷൻ്റെ ഗ്രാഫുകളാണ്. ഓക്കെ, അടുത്തൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ഗ്രാഫ് നോക്കുക. ഇതൊരുപാട് സമയങ്ങളിൽ നമുക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഒരു കുട്ടി ഒരു കല്ലെടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞാൽ അതിൻ്റെ VT ഗ്രാഫ് എങ്ങനെ വരാം? A boy throw a stone up in the air with a velocity u. Draw its VT graph. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഈ ഗ്രാഫാണ്. അത് 2-3 പ്രാവശ്യം പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. 3 ഇക്വേഷൻസ് ആണ് പൊതുവെ പറയാം. ഒന്ന് വെലോസിറ്റി ടൈം റിലേഷൻ, രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ, മൂന്നാമത്തെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. നിങ്ങൾക്ക് തന്ന മെറ്റീരിയലിൽ കൂടെ നമ്മൾ കണ്ണോടിച്ച് പോയാൽ ആ 3 ഡെറിവേഷനും കാൽക്കുലസ് മെത്തേഡിൽ നമ്മൾ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാത്ത ഒരു മെത്തേഡിലും നമ്മളിത് ചെയ്യാറുണ്ട്. കാൽക്കുലസ് മെത്തേഡ് നിർബന്ധമില്ല. അല്ലാത്ത അനലിറ്റിക്കൽ മെത്തേഡിൽ നമുക്ക് ഈ 3 അറിയാം. ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസാണ്. VT വരാറില്ല, ST റിലേഷൻ ആൻഡ് VS റിലേഷൻ. പിന്നെ ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഓഫ് അനദർ ബോഡി. ഒരു വസ്തുവിൻ്റെ വെലോസിറ്റീനെ കമ്പയർ ചെയ്തുകൊണ്ട് വേറൊരു വസ്തുവിൻ്റെ വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുക. അതിനെ വിളിച്ച പേരാണ് റിലേറ്റീവ് വെലോസിറ്റി. നമുക്കറിയാം 2 വെലോസിറ്റികൾ ഒരേ ഡിറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കിട്ടാൻ അവരുടെ ഡിഫറൻസ് എടുക്കുകയാണ് ചെയ്യുക. 2 വെലോസിറ്റീസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അവർ റിലേറ്റീവ് വെലോസിറ്റി കിട്ടാൻ 2ൻ്റെയും സം എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ 2 വസ്തുക്കൾ ഒരേ ഡിറക്ഷനിൽ പോകുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കിട്ടാൻ 2ൻ്റെയും ഡിഫറൻസ് എടുക്കണം. ഓപ്പോസിറ്റ് വരുമ്പോൾ 2ൻ്റെയും സം എടുക്കണം. ഒരു പ്രോബ്ലത്തിൽ റിലേറ്റീവ് വെലോസിറ്റി വരികയാണെങ്കിൽ എന്ന് പറഞ്ഞ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. 2 വസ്തുക്കൾ നീങ്ങണ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്നെടുക്കുക, രണ്ടാമത്തെ വസ്തു നീങ്ങണത് റിലേറ്റീവ് വെലോസിറ്റിയിലായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ, ഏത് 2 ഓബ്ജക്റ്റ് നീങ്ങണ ഏത് കേസിലും ഈ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യാം. ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലാണ്, രണ്ടാമത്തെ നീങ്ങണത് റിലേറ്റീവ് വെലോസിറ്റിയിലാണ്.
ഇനി ആ ചാപ്റ്ററിൽ പിന്നെ കൊടുക്കേണ്ടത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓബ്ജക്റ്റിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിനെ എങ്ങനെ ഫേസ് ചെയ്യാം. അതിൽ ഒന്നാണ്, ഒരു ഓബ്ജക്റ്റ് താഴേക്ക് വരുന്ന ഡയറക്ഷൻ പ്ലസ് എടുത്താൽ മുകളിലേക്ക് വരുന്നത് മൈനസ് വരും. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഈ രീതിയിൽ മാറും. മുകളിലേക്ക് പോണ കേസാണെങ്കിൽ v = u - gt. സെക്കൻഡ് ഇക്വേഷൻ h. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസിൽ നമുക്കറിയാം ആദ്യത്തെ വി ടി റിലേഷൻ. വി ടി റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്നാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v - u/t. ആ ഇക്വേഷൻ സൗകര്യത്തിന് വേണ്ടി നമ്മൾ തിരിച്ചെഴുതി v - u/t = a. ടി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും v - u = at. യുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും v = u + at. താരതമ്യേന സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ് v = u + at. നോർമലി എക്സാമിന് ചോദിക്കാത്ത ഡെറിവേഷനാണത്. പക്ഷെ അടുത്ത രണ്ടെണ്ണം എക്സാമിന് ചോദിക്കണതാണ്. അടുത്ത റിലേഷൻ ST റിലേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് v + u/2 × t. ഈ ഇക്വേഷനിലാണ് നമ്മൾ ST റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. S = v + u/2 × t. അതിൽ v കാണുന്ന സ്ഥലത്ത് നമ്മൾ v എന്നുള്ളതിൻ്റെ ഇക്വേഷൻ തൊട്ട് മുന്നേ കിട്ടിയ ഇക്വേഷൻ കൊടുക്കും v = u + at. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും S = u + at + u/2 × t. 2 u അവിടെ വരുന്നുണ്ട്. സോ 2u + at/2 × t എന്നാണ് വരിക. t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും S = 2ut + at²/2. ഇതിനുപയോഗിക്കേണ്ട ഇക്വേഷൻ വലതുഭാഗത്ത് എഴുതിയിട്ടുണ്ട്. x + y/2 എന്ന് പറഞ്ഞാൽ x/2 + y/2. സോ ഇക്വേഷൻസ് പ്രകാരം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും S = 2ut/2 + ½ at² അല്ലെങ്കിൽ at²/2. സോ 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും S = ut + ½ at². ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ST റിലേഷൻ കൃത്യമായിട്ട് ഓർക്കേണ്ടത് S = v + u/2 × t ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് എത്തും S = ut + ½ at². മൂന്നാമത്തെ ഇക്വേഷൻ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ, VS റിലേഷൻ. അത് സ്റ്റാർട്ട് ചെയ്യണത് v = u + at. നമുക്ക് വേണ്ടത് v² ആണ്. സോ രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്യാം. v² = u + at². a + b² സ്റ്റൈലിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ v² = u² + 2uat + a²t². v² = u² + 2uat. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ അവസാനത്തെ ടേമിൽ ചെയ്തത് 2 കൊണ്ട് ഗുണിക്കും ഹരിക്കും ചെയ്തു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ അറിയാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേമുകളിൽ നിന്ന് 2a പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ v² = u² + 2a × സെക്കൻഡ് ടേമിൽ നിന്ന് 2a പുറത്തെടുത്താൽ ut കിട്ടും. തേർഡ് ടേമിൽ നിന്ന് 2a പുറത്തെടുത്താൽ ½ at² കിട്ടും. നമുക്കറിയാം ബ്രാക്കറ്റിലെ ടേം ut + ½ at² എന്ന് പറഞ്ഞാൽ s ആണ്. സോ v² = u² + 2as. ഇത് വളരെ സിമ്പിളാണ് ആലോചിക്കാൻ. v = u + at ആണ് സ്റ്റാർട്ടിങ്. നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. നമുക്ക് വേണ്ടത് v² ആണ്. സോ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുക. v² = u + at². a + b² ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുക. അവസാനത്തെ ടേമിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും v² = u² + 2as. അടുത്ത ഡെറിവേഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്.
അതിൻ്റെ ഇക്വേഷൻ Sn ഈക്വൽ ടു Sn മൈനസ് Sn മൈനസ് 1. ആ ഇക്വേഷൻ നിന്നാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് മോഷൻ S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇറ്റ് ഈസ് ആക്ച്വലി ST എന്നുള്ളത് ut പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണെങ്കിൽ Sn എന്ന് പറയുമ്പോൾ ടി എന്നുള്ളതൊക്കെ n ആയിട്ട് മാറും, un പ്ലസ് ഹാഫ് an സ്ക്വയർ. Sn മൈനസ് 1 എന്ന് പറഞ്ഞാൽ un മൈനസ് 1 പ്ലസ് ഹാഫ് an മൈനസ് 1 ഹോൾ സ്ക്വയർ. സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻ ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ കിട്ടും Sn എന്ന് പറഞ്ഞാൽ un പ്ലസ് ഹാഫ് an സ്ക്വയർ മൈനസ് കോമൺ ആയിട്ട് ബ്രാക്കറ്റ് ഇടുക മൈനസ് un മൈനസ് u പ്ലസ് ഹാഫ് an സ്ക്വയർ മൈനസ് ഹാഫ് a ഇൻറ്റു 2n പ്ലസ് ഹാഫ് a എന്ന് വരും. ഓക്കെ, ആ സൈഡ് കുറച്ച് മിസ്സായി പോയിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. മൈനസ് ഹാഫ് a ഇൻറ്റു 2n പ്ലസ് ഹാഫ് a. ഇനി un ക്യാൻസൽ ആവും. ഹാഫ് an സ്ക്വയറും ഹാഫ് an സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി ഉണ്ടാവുക മൈനസ് മൈനസ് u പ്ലസ് u മൈനസ് മൈനസ് ഹാഫ് a ഇൻറ്റു 2n പ്ലസ് ഹാഫ് a ഇൻറ്റു 2n. പിന്നെ മൈനസ് ഹാഫ് എ പുറത്തെടുത്തു. ഇവിടെ പ്ലസ് ആണ്, പുറത്തുള്ള മൈനസും കൂടെ വരുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും. ദെൻ Sn എന്ന് പറയുമ്പോൾ u പ്ലസ് രണ്ട് ടേമിൽ നിന്നും a/2 പുറത്തെടുക്കുക, a/2 ഇൻറ്റു 2n മൈനസ് 1. അടുത്തതായി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് വ്യത്യസ്ത തരം ഗ്രാഫുകളെ കുറിച്ചാണ്. പ്രധാനമായും രണ്ട് തരം ഗ്രാഫുകളാണ് നമുക്കുള്ളത്. ഒന്ന് ST ഗ്രാഫും രണ്ടാമത്തെ VT ഗ്രാഫും. വ്യത്യസ്ത കേസുകളിലെ ST ഗ്രാഫാണ് ഞാൻ വരച്ചിരുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഗ്രാഫ് റെസ്റ്റിൻ്റെ ആണ്. റെസ്റ്റ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് മാറ്റം ഉണ്ടാവില്ല. സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. യൂണിഫോം വെലോസിറ്റീൻ്റെ ST ഗ്രാഫാണ് വലത് ഭാഗത്ത് കാണിച്ചിട്ടുള്ളത്. യൂണിഫോം വെലോസിറ്റി എന്നുള്ള കേസ് വരുമ്പോൾ ST ഗ്രാഫ് ആ രീതിയിലാണ് ഉണ്ടാവുക. ഇനി യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ യൂണിഫോം റിട്ടാർഡേഷൻ്റെ ആണ്. നമുക്കറിയാം ആക്സിലറേഷൻ സ്പീഡ് കൂടി പോവുകയാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി വരും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സിസ് കൂടി വരും, ടൈം കുറച്ചേ പോവുള്ളൂ. സെക്കൻഡ് കേസിൽ അല്ലെങ്കിൽ വലതുഭാഗത്തെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ് വരാണ്, സമയം കൂടി വരും, കാരണം സ്പീഡ് കുറയാണ്. യൂണിഫോം റിട്ടാർഡേഷൻ. ഇനി അടുത്ത 3 ഗ്രാഫുകളും ഒറ്റ സീരീസാണ്, ഇമ്പോസിബിൾ ഗ്രാഫാണ്. അതിൻ്റെ കാരണം ടൈമിൻ്റെ ആക്സിസ് പെർപെൻഡിക്കുലറോ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുകയോ ചെയ്താൽ ആ കേസുകൾ ഇമ്പോസിബിളായിട്ട് മാറും. കാരണം സമയത്തിനെ കോൺസ്റ്റൻ്റ് ആക്കാനോ സമയത്തിനെ പിന്നോട്ട് കൊണ്ടുപോകാനോ ഒരിക്കലും സാധിക്കില്ല. സോ ഈ 3 രീതിയിൽ ഗ്രാഫ് വന്നാലും ധൈര്യമായിട്ട് പറയാം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഗ്രാഫ്. ഇനി VT ഗ്രാഫാണ് അടുത്തത് കൊടുത്തേണ്ടത്. 3 ഗ്രാഫുകളാണ് കാണിച്ചിട്ടുള്ളത്. ലെഫ്റ്റിലെ ഗ്രാഫ് റെസ്റ്റിൻ്റെ ഗ്രാഫാണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സീറോ വെലോസിറ്റിയാണ്. സീറോ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് തന്നെയായിരിക്കും ഗ്രാഫ് വരിക. സെൻട്രലത്തെ ഗ്രാഫ് യൂണിഫോം വെലോസിറ്റിയുടെ ആണ്. വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല. സോ യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫാണ് സെൻട്രൽ കൊടുത്തേണ്ടത്. സൈഡിൽ കൊടുത്തേണ്ടത് യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാണ്. റെസ്റ്റ്, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ. അടുത്ത 3 സെറ്റ്, ഒന്ന് യൂണിഫോം റിട്ടാർഡേഷനാണ്, അടുത്തത് ഇൻക്രീസിങ് ആക്സിലറേഷൻ, അടുത്തത് ഡിക്രീസിങ് ആക്സിലറേഷൻ. ഇതാണ് അടുത്ത 3 കേസുകൾ. യഥാക്രമം ഇടതുഭാഗത്ത് യൂണിഫോം റിട്ടാർഡേഷൻ, സെൻറ്ററിൽ ഇൻക്രീസിങ് ആക്സിലറേഷൻ, റൈറ്റ് സൈഡിൽ ഡിക്രീസിങ് ആക്സിലറേഷൻ. ഇതിലും നേരത്തെ പറഞ്ഞ ഇമ്പോസിബിൾ ഗ്രാഫ് ഉണ്ടാവും. നേരത്തെ നമ്മൾ വരച്ച 3 ഇമ്പോസിബിൾ ഗ്രാഫ് ഇവിടെയും അതുപോലെ തന്നെയാണ്. അതേ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ VT ഗ്രാഫിലും അത് ഇമ്പോസിബിളാണ്. ഇനി ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം, ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ y/x ആണ്. സോ ST ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ s/t, അത് വെലോസിറ്റിയാണ്. ST ഗ്രാഫിൻ്റെ സ്ലോപ്പ് s/t, y/x ആണ്, അത് വെലോസിറ്റിയാണ് വരിക. ST ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി. VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് v/t, ദറ്റ് ഈസ് ആക്സിലറേഷൻ.
വെലോസിറ്റി ബൈ ടൈം ഇറ്റ് ഈസ് ആക്സിലറേഷൻ. വി ടി ഗ്രാഫിൻ്റെ ഏരിയ എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അത് കിട്ടാൻ y ഇൻറ്റു എക്സ് ആണ്. എന്നാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരിക്കൽ കൂടെ സ്ലോപ്പ് ഓഫ് എസ് ടി ഗ്രാഫ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ആക്സിലറേഷൻ, ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. താങ്ക് യു.